കേരളം വളരെ ഞെട്ടലോട് കേട്ടൊരു വാർത്തയാണ്. ഡോക്ടർ ദമ്പതികളായിട്ടുള്ള രണ്ടുപേരും യുവ അധ്യാപികയും അരുണാചൽ പ്രദേശിലെ തവാങ്ങിനടുത്തുള്ളൊരു ഹോട്ടൽ റൂമിൽ ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത. അതിനേക്കാളേറെ നമ്മളെ ഞെട്ടിച്ച ഒന്ന്, ഇവര് പുനർജനി എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളായിരുന്നെന്നും ഈ വാട്സപ്പ് ഗ്രൂപ്പ് സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പായിരുന്നു എന്നുള്ളതുമാണ്. നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് എന്താണ് സാത്താൻ സേവ. കാരണം ചാത്തൻ സേവയും സാത്താൻ സേവയും പലപ്പോഴും ആളുകൾ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്ന രണ്ട് വിഷയങ്ങളാണ്. അതുകൊണ്ട് ഈ സാത്താൻ സേവ എന്ന ആ ക്രിസ്തീയ മതവിശ്വാസത്തിൻ്റെ ആ ഒരു ഉത്ഭവവും അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഒരിക്കലും ഹൈന്ദവ വിശ്വാസ പ്രമാണം അനുസരിച്ചുള്ള ചാത്തൻ സേവയുമായി ഇതിന് യാതൊരു ബന്ധമില്ലെന്നും ഇത് മറ്റൊരു ക്രിസ്ത്യൻ വിശ്വാസമാണെന്നും ഉള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദ്രമായ സ്വാഗതം. സാത്താൻ സേവ അഥവാ ബ്ലാക്ക് മാസ് എന്ന വാക്ക്, അതിൻ്റെ ഉത്ഭവം തന്നെ ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ നിന്ന് ഉള്ളതാണ്. പഴയ നിയമത്തിൽ ലൂസിഫർ എന്ന് പറയുന്ന ഒരു കഥാപാത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ സാത്താൻ സേവ ലോകത്ത് ഉടലെടുക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം അഥവാ പഴയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അരുണപുത്രൻ എന്ന് പറയുന്ന ഭഗവാന്റെ തന്നെ ക്രിസ്തീയ വിശ്വാസപ്രകാരമുള്ള ഈശ്വരൻ്റെ സഹായിയായിരുന്ന ആളാണ് ലൂസിഫർ. തൻ്റെ പ്രവർത്തനങ്ങൾ ഈശ്വരീയമല്ലാത്തത് കൊണ്ട് ദൈവം ആ സ്വർഗലോകത്ത് നിന്ന് ഈ ലൂസിഫറിനെ പുറത്താക്കിയെന്നും ലൂസിഫറും ദൈവവും തമ്മിൽ പരസ്പര സംഘടനകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഏത് സമയത്തും ഈശ്വരൻ്റെതായിട്ടുള്ള ദൈവികമായ ഒരു സ്ഥാനം ലൂസിഫർ പിടിച്ചടക്കുമെന്നും ആ ദൈവികമായ സ്ഥാനം പിടിച്ചടക്കാൻ വേണ്ടി ലൂസിഫറിനെ സഹായിക്കുന്ന ആളുകൾക്ക് ലൂസിഫർ എല്ലാ തരത്തിലുള്ള ധനധാന്യ സമൃദ്ധികളും രാജാധികാരങ്ങൾ പോലെയുള്ളവയും എല്ലാ ഐശ്വര്യങ്ങളും കൊടുക്കുമെന്നാണ് ഈ ബ്ലാക്ക് മാസ് എന്ന് പറയുന്ന സാത്താൻ സേവയിൽ വിശ്വസിക്കുന്ന ആളുകളുടെ പ്രമാണം. അപ്പോൾ ദൈവത്തെ എങ്ങനെയും അപകീർത്തിപ്പെടുത്തി ലൂസിഫറിനെ ദൈവത്തെ തോൽപ്പിക്കാൻ, ഈ സംഘടനത്തിൽ ദൈവത്തെ തോൽപ്പിക്കാനായി ലൂസിഫറിനെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ബ്ലാക്ക് മാസ് ചെയ്യുന്ന ആളുകളുടെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൂസിഫർ ഇവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കുമെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ദക്ഷിണാഫ്രിക്കയിലാണ് ഇതിൻ്റെ ഉത്ഭവമായിട്ട് പറയുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എറണാകുളം കേന്ദ്രീകരിച്ച് കളമശ്ശേരി കേന്ദ്രീകരിച്ച് കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്ന് പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗങ്ങൾ പറഞ്ഞു. കൊച്ചി അതിരൂപതയുടെ ബിഷപ്പായിരുന്ന ആലപ്പുഴ സ്വദേശിയായ ഒരു വ്യക്തിയെ ഒരു സ്ത്രീ സംബന്ധമായ വിഷയവുമായി ബന്ധപ്പെട്ട് സഭയിൽ നിന്ന് പുറത്താക്കുകയും ആ വ്യക്തി വളരെ കാലം വത്തിക്കാനുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന റോമിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ആ വ്യക്തി കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് മാസുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്നു എന്നാണ് രഹസ്യമായ വിവരം. പക്ഷേ അവരെ അതിരൂപതയിൽ നിന്ന് പുറത്താക്കിയത് ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ ബ്ലാക്ക് മാസുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്ന് പിന്നീടുള്ള അന്വേഷണങ്ങളിൽ തെളിയാൻ സാധിച്ചു. ഇപ്പോൾ ആൾ എവിടെയാണെന്ന് പോലും അറിയില്ല. വളരെ നിഗൂഢമായി പ്രവർത്തിക്കുകയാണ് എന്നാണ് അതിനെക്കുറിച്ചുള്ള വിശ്വാസം. അപ്പോൾ ഈ ബ്ലാക്ക് മാസ് സാധാരണക്കാരായിട്ടുള്ള ആളുകളല്ല അതിൻ്റെ അകത്തുള്ളത്. ഈ ബ്ലാക്ക് മാസിൽ പെട്ടിരിക്കുന്ന ആളുകളെല്ലാം വളരെ അഭ്യസ്തവിദ്യരായിട്ടുള്ളതും സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ആളുകളുമാണ്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അഭിഭാഷകർ തുടങ്ങിയ സമൂഹത്തിൻ്റെ ഉന്നതമായ ശ്രേണിയിൽ വിരാജിക്കുന്ന പല ആളുകളുമാണ് ഈ ബ്ലാക്ക് മാസ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പുമായി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് സത്യം. എറണാകുളം, തിരുവല്ല, കോട്ടയം തുടങ്ങിയ പ്രദേശങ്ങളിൽ വളരെ സജീവമായി ഉണ്ടായിരുന്ന ഈ ബ്ലാക്ക് മാസ് എന്ന് പറയുന്ന ഈ ആരാധനാ സമ്പ്രദായം, ഈ ലൂസിഫറിനെ ആരാധിക്കുന്ന ഈ ആളുകൾ കുറേ കാലം ഈ എറണാകുളം കേന്ദ്രീകരിച്ച് നടന്നിരുന്ന ഇത്തരം അന്വേഷണങ്ങൾ വന്നപ്പോഴേക്കും അവർ മൂന്നാർ പോലെയുള്ള ചില സ്ഥലങ്ങളിൽ കുറച്ച് ഉൾപ്രദേശങ്ങളിലേക്ക് മാറുകയും സംസ്ഥാനത്തിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നിട്ട് ഉള്ള ആളുകൾ ഈ മൂന്നാറിൽ ഒത്തുകൂടിക്കൊണ്ട് ഈ ബ്ലാക്ക് മാസ് ആരാധന അഥവാ കറുത്ത കുർബാന എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നടത്തുന്നത് ഒരു കാലത്ത് ക്രിസ്ത്യർ മാത്രമായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഈ സമീപകാലത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹിന്ദുക്കളും ഇത്തരം ഗ്രൂപ്പുകളിൽ പോയി പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നൊരു പ്രസക്തി കൂടി അതുകൊണ്ടാണ്.
നമ്മൾ വളരെയധികം ജാഗരൂകരായി ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളായി പഠിക്കാനായി പല സ്ഥലങ്ങളിലേക്കും പോകുന്ന ആളുകൾ പോലും ഇത്തരം IT മേഖലയിൽ ജോലിയെടുക്കുന്ന ആളുകൾ, അതുപോലെ സമൂഹത്തിന്റെ ഉന്നതമായ ശ്രേണിയിൽ ജോലിയെടുക്കുന്ന ആളുകളൊക്കെ തന്നെ ഇത്തരം ബ്ലാക്ക് മാസിന്റെ അല്ലെങ്കിൽ ലൂസിഫയർ വർഷിപ്പിന്റെ ഒരു പങ്കാളിയായി മാറുകയും അവസാനം കൊലപാതകത്തിലോ മരണത്തിലോ എത്തിപ്പെടുന്നു എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന ഒരു സത്യമാണ്. 2-3 വർഷത്തിന് മുമ്പ് നിങ്ങൾ വളരെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കേട്ടിരുന്നു. തിരുവനന്തപുരം നന്തൻകോട് നിന്ന് നിങ്ങളൊരു വാർത്ത കേട്ടിരുന്നു. എന്തായിരുന്നു നന്തൻകോടിലുള്ള? കേതൽ ജോൺ എന്ന് പറയുന്ന ഒരു യുവാവ് തൻ്റെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും അവരുടെ ഒരു ബന്ധുവിനെയും മഴു കൊണ്ട് വെട്ടിക്കൊന്ന് അവരുടെ പ്രാണൻ അങ്ങനെ ആ ശരീരത്തിൽ നിന്ന് വേർപെടുന്നത് ഒരു മൃഗീയമായ ഒരു ചെകുത്താന്റെ ഭാവത്തോടു കൂടി കണ്ടു നിന്നു എന്നുള്ളതാണ്. അതായത് ഇവർക്ക് മരണാന്തരമായ വിശ്വാസം, പ്രാണനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി കഴിഞ്ഞാൽ പ്രാണന് അത്യുഗ്രമായ ശക്തി ഉണ്ടാകുമെന്നും ആ പ്രാണന്റെ ശക്തി കൊണ്ട് പല കാര്യങ്ങളും നേടാൻ സാധിക്കുമെന്നുമാണ് ഇവര് പറഞ്ഞു വിശ്വസിപ്പിക്കുന്നത്. അപ്പൊ ശരീരത്തിൽ നിന്ന് പ്രാണൻ കടന്നു പോകുന്ന ആ വളരെ ഒരു മൃഗീയമായ ഒരു വാസനയോടുകൂടി പരീക്ഷണാടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് പ്രാണൻ കടന്നു പോകുന്നത് എന്ന് കാണാൻ വേണ്ടി ആ യുവാവ് തിരഞ്ഞെടുത്തത് തൻ്റെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവായ ഒരു സ്ത്രീയെയും കൂടെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ അവരൊന്നും തന്നെ അഭ്യസ്തവിദ്യരല്ലാത്ത ആളുകളല്ല. എല്ലാവരും വളരെ അഭ്യസ്തവിദ്യരും നല്ല ആധുനിക വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളാണ് ഈ ബ്ലാക്ക് മാസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പം നന്തൻകോട് ഈ കേതൽ ജോൺ എന്ന് പറയുന്ന അയാൾ തൻ്റെ അച്ഛനും അമ്മയും പരീക്ഷണ വസ്തുവാക്കിക്കൊണ്ട് ചെയ്ത ആ ഒരു ദുഷ്കർമ്മം അതേ സമാനമായ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ അരുണാചൽ പ്രദേശിൽ നമ്മുടെ കോട്ടയം സ്വദേശികളായിട്ടുള്ള ദമ്പതിമാരും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു യുവാധ്യാപികയ്ക്കും സംഭവിച്ചത് എന്നുള്ളത് നമ്മുടെ കുട്ടികളുടെ പോക്കും അവരുടെ ബന്ധങ്ങളും അവരുടെ ഗ്രൂപ്പുകളും എല്ലാം നമ്മൾ വളരെ ഇതായിട്ട് തന്നെ ശ്രദ്ധിക്കണമെന്നും അവരുടെ ഇടപെടലുകളും അവരുടെ പ്രവർത്തനങ്ങളെയും ജാഗരൂകരായി നോക്കണമെന്നുമുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് നിങ്ങളോട് പറയാനായിട്ട് ആദ്യമായിട്ട് ഉദ്ദേശിച്ചത്. ഇനി ഈ ബ്ലാക്ക് മാസ് എന്ന് പറയുന്ന ഈ ലൂസിഫർ വർഷിപ്പ് ഗ്രൂപ്പിൽ അംഗമാകാനായിട്ട് വളരെ അധികം ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഒരു ആൾ അതിൽ സജീവമായ അംഗം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ഒരാൾക്ക് പുതുതായി അത് കടന്നു ചെല്ലാൻ പറ്റുള്ളൂ. ഇവർ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്ന് പറയുന്നത് കർത്താവിനെ ഇകഴ്ത്തുക എന്നുള്ളതാണ്. അതായത് വിശുദ്ധ ഓസ്തി അത് പള്ളികളിൽ നിന്ന് ഇവർ കയ്യിൽ വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകളാണ്. അവിടെ കൊണ്ടുപോയി അതിനെ ഇകഴ്ത്തുക, അത് വെച്ച് ചില മന്ത്രവാദങ്ങൾ ചെയ്യുക. കയ്യിൻ്റെ 3 വിരലുകൾ മുറിച്ചുകൊണ്ട് സാത്താന് രക്തം ബലിയർപ്പിക്കുക. അതായത് ഈ ഓസ്തിയുടെ മുകളിലേക്ക് രക്തം 3 വിരലുകൾ മുറിച്ച് ബലിയർപ്പിക്കുക. അതുപോലെ തന്നെ ബൈബിള് കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് ഹോളി മാസിന് വിരുദ്ധമായി ബ്ലാക്ക് മാസ് നടത്തുക. അതുപോലെ തന്നെയാണ് കുരിശ്. ഇവരുടെ അടയാളം കുരിശ് നമ്മൾ നിവർത്തി വെച്ച കുരിശാണെങ്കിൽ ഇവർ തലതിരിച്ച് വെച്ച കുരിശാണ് ഇവരുടെ അടയാളം എന്ന് പറയുന്നത്. അങ്ങനെ കർത്താവിനെയും കർത്താവുമായി ബന്ധപ്പെട്ട ആ എല്ലാ കാര്യങ്ങളെയും ഇകഴ്ത്തിക്കൊണ്ട് ലൂസിഫറിനെ വാഴ്ത്തുക എന്നുള്ളതാണ് ഇവരുടെ ഇത്. അപ്പോൾ ബലികർമ്മങ്ങൾ പലപ്പോഴും വളരെ നിഗൂഢമായ ബലികർമ്മങ്ങളും മനുഷ്യകുരുതി വരെയും ചെയ്യാനായിട്ട് ഇത്തരക്കാരെ പ്രേരിപ്പിക്കുന്ന സംഘടനകൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ ഇത് ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി ഇത്തരക്കാരുടെ പ്രവർത്തനങ്ങൾ വളരെ നിഗൂഢമായി ഇവർ പറയുന്ന പോലെ തന്നെ നിരീക്ഷിക്കാനായിട്ട് ഇവരുടെ ഇടയിൽ തന്നെ ആളുകളുണ്ട്. അങ്ങനെ നിരീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് ഒരാൾക്ക് അതിൽ പ്രവേശനം, ഈ ബ്ലാക്ക് മാസിലേക്ക് പ്രവേശനം കൊടുക്കൂ എന്നുള്ളതാണ്. കൊല്ലത്ത് നിന്നുള്ളൊരു വിദ്യാർത്ഥിയായ 14 വയസ്സുകാരനും ഇതുപോലെയുള്ള ഒരു ഗ്രൂപ്പിൽ പോയി പെടുകയുണ്ടായി. അവരെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന അന്വേഷണത്തിൽ ആഫ്രിക്കയിൽ നിന്ന്, നൈജീരിയയിൽ നിന്നിട്ടുള്ളതായിരുന്നു. പക്ഷേ അവരുടെ നിരീക്ഷിക്കാൻ മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ തന്നെ കൊല്ലത്ത് തന്നെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു എന്നാണ് പറയുന്നത്. ആ കുട്ടി അവസാനം ആ മരണത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ മാതാപിതാക്കളുടെ ഇടപെടലോടുകൂടി കളക്ടർക്ക് പരാതി കൊടുക്കുകയും അന്വേഷിക്കുകയും ചെയ്തെങ്കിൽ പോലും ഇതിൽ ആ അന്വേഷണം എങ്ങും എത്തിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു വലിയ ഗ്രൂപ്പ് നമ്മൾ ബ്ലൂ വെയിൽ കളിക്കുന്ന ആ ഒരു ഗെയിം പോലെ തന്നെയാണ് വളരെ അപകടകരമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അത് സോഷ്യൽ മീഡിയകളിൽ വളരെ രഹസ്യമായിട്ട് ഉണ്ടെന്നും അവർക്ക് ഇൻ്റർനെറ്റ് പോലെയുള്ള സംവിധാനങ്ങളിൽ അവർക്ക് അവിടെ സൈറ്റുകൾ ഉണ്ടെന്നും ആ സൈറ്റുകളിൽ പ്രവേശിക്കുന്നവർക്ക് ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ആ നിർദ്ദേശം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇവർക്ക് ഈ ബ്ലാക്ക് മാസിലേക്ക് അംഗത്വം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങൾ രാത്രിയിൽ വളരെ നിഗൂഢമായിട്ട് സഞ്ചരിക്കുക, ശ്മശാനത്തിൽ പോയിരിക്കുക, അങ്ങനെ വളരെ നിഗൂഢമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് ഈ ബ്ലാക്ക് മാസ് അഥവാ ലൂസിഫർ വർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ അണിചേരുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ നമ്മളറിയാതെ സജീവമായി ഉണ്ട് എന്നുള്ളത് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ടതാണ്. ഇനി എന്നാണ് ജ്യോതിഷ ദീപത്തിലൂടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ സാത്താൻ വർഷിപ്പ് എന്ന് പറയുന്ന ഇതിനെ പലപ്പോഴും നമ്മളുടെ ആരാധനയുമായിട്ട് കൂട്ടിയിണക്കിക്കൊണ്ട് ഹൈന്ദവ വിരുദ്ധരും
അതുപോലെ ആചാരവിരുദ്ധരും ഹിന്ദു നാമധാരികളുമായ ആചാരവിരുദ്ധരും യുക്തിവാദികളും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇസങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഈ ബ്ലാക്ക് മാസ് എന്ന് പറയുന്ന നിഗൂഢമായും നിഷ്ഠൂരമായും പൈശാചികവുമായിട്ടുള്ള ഈ ഒരു സമ്പ്രദായത്തെ ചാത്തൻ സേവ എന്ന് പറയുന്ന നമ്മളുടെ ആചാരങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എതിർക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ട്. അതായത് ഈ സാത്താൻ സേവ എന്ന് പറയുന്ന ആ ക്രിസ്ത്യൻ വർഷിപ്പും ചാത്തൻ സേവ എന്ന് പറയുന്നതും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണെന്നും നമ്മൾ ആരാധന ദൈവികമായ ആരാധന ആണ് നമ്മൾ നടത്തുന്നതെന്നും അത് പരസ്യമായി ചെയ്യാൻ പറ്റുന്ന ആരാധനാ ക്രമമാണെന്നും എന്നാൽ ഇത്തരത്തിലുള്ളത് ക്രിസ്ത്യൻ വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതുമാണെന്ന തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ ജാഗരൂകരാകേണ്ടതായിട്ടുള്ള ആളുകൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവർ അല്ലെങ്കിൽ കുട്ടികൾ തന്നെ വീട്ടിൽ മുറി അടച്ചിരുന്ന് ഒരുപാട് സമയം ചില കാര്യങ്ങൾ ശ്രമിക്കുന്നവർ, ചില നിഗൂഢമായിട്ടുള്ള സൗഹൃദ വലയങ്ങളിലും ചില ഗ്രൂപ്പുകളിലും പെടുന്ന ആളുകളെ മാതാപിതാക്കൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം ഇത് ഒരു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്നു എങ്കിൽ കൂടി ഇന്നത് മറ്റു ആളുകളിലേക്ക് കൂടി വളരെയധികം വേഗം പടർന്നു പന്തലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ട കോട്ടയത്തെ യുവ ഡോക്ടർ ദമ്പതികളുടെയും അധ്യാപികയുടെയും മരണത്തിൽ നിന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത് ഒരു ചെറിയ വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് മറ്റു വിഭാഗങ്ങളിലേക്ക് കൂടി ഈ സാത്താൻ വർഷിപ്പ് എന്ന് പറയുന്നത് കടന്നു കയറുന്നുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ ജാഗരൂകരായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പുനർജനി എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് അതെന്താണെന്ന് അവർക്ക് അന്വേഷിക്കാൻ അറിയാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇത് ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് പ്രവർത്തിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി അധികാരികൾ കാണേണ്ടതാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളെ വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കപ്പെടേണ്ടതാണ്. ഏത് തരത്തിലുള്ള ആരാധനയാണ് ആ കുട്ടികൾ കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ സാധിക്കും. ഇത്തരം ആളുകൾക്ക് ക്ഷേത്ര ദർശനത്തോടും ഹൈന്ദവ ആചാരത്തോടും വിരുദ്ധമായിരിക്കും. ക്രിസ്ത്യാനികളാണെങ്കിൽ അവർ സാധാരണയുള്ള അവരുടെ ആചാരങ്ങൾക്ക് വിരുദ്ധമായിരിക്കും. ഇവരെല്ലാം ഇതിന് തലകീഴായി നിൽക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ വക്താക്കളാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ആരാധന നടത്തി സ്വയം പെട്ടെന്ന് സമ്പന്നരാകാൻ വേണ്ടിയിട്ട്, സ്വയം പെട്ടെന്ന് ശക്തിമാന്മാരായിട്ട് സമൂഹത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന അധികാര മേഖലയായി മാറാൻ സാധിക്കുമെന്നുള്ള മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി അകപ്പെട്ടു പോയാൽ പിന്നെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നത് മരണത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മരണം കൊണ്ട് മാത്രമാണ് ഇതിൽ മോചനം എന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്തേ. Like, share, subscribe.